ന്യൂസ് ആൻഡ് വ്യൂസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പെട്ടെന്ന് ചർച്ചയ്ക്കെടുക്കുകയാണ്. വലിയൊരു മനുഷ്യാവകാശ ലംഘനം, നീതി നിഷേധം, എന്ത് വാക്കുകൾ ഉപയോഗിച്ച് പറയണമെന്ന് വിശേഷണങ്ങൾക്ക് അപ്പുറത്തുള്ള വലിയൊരു സംഭവം. അതായത് അമ്മയ്ക്ക് മുലപ്പാൽ കുറവെന്ന കാരണത്താൽ HIV ബാധിതയായ മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ കൈക്കുഞ്ഞിന് നൽകിയ സംഭവം നടന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. എയ്ഡ്സ് പ്രതിരോധത്തിന് കുഞ്ഞിന് മരുന്ന് നൽകാൻ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവം മറച്ചുവെച്ചാണ് ആശുപത്രി അധികൃതർ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. മുലപ്പാലിൽ നിന്ന് എയ്ഡ്സ് പകരാമെന്ന് പഠനങ്ങളുമുണ്ട്. നമുക്കിപ്പോൾ ആദ്യം ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? പ്രദീപ്, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച ഒരു സ്ത്രീയുടെ കുട്ടി 2-3 ദിവസം മുൻപാണ് ഈ കുഞ്ഞിന് അമ്മ ജന്മം നൽകിയത്. സിസേറിയൻ ആയതുകൊണ്ട് മാത്രം അവർ ആശുപത്രി വിട്ടു പോരുന്നില്ല. ഈ കുട്ടിയുടെ തള്ളയ്ക്ക് മുലപ്പാൽ കുറവായിരുന്നു. അതായത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ ഈ തള്ളയിൽ നിന്നും കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ആ വാർഡിൽ കിടന്നിരുന്ന ഒരു ദിവസം ഏകദേശം 25ഓളം പ്രസവങ്ങളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ ഈ കുഞ്ഞിന് നൽകി. നമുക്കറിയാം, സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനും അല്ല സർജറിക്കും അല്ല സിസേറിയനൊക്കെ ആയിട്ട് എത്തുമ്പോൾ തന്നെ ഇവരുടെ HIV അടക്കമുള്ള എല്ലാ പരിശോധനകളും നടത്തിയ ശേഷമാണ് പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നത്. അത്തരത്തിൽ പരിശോധന നടത്തി HIV പോസിറ്റീവ് എന്ന് കണ്ട ഒരു തമിഴ്നാട് സ്വദേശിയായ സ്ത്രീയിൽ നിന്നാണ് ഈ കുഞ്ഞിന് മുലപ്പാൽ കുടിക്കേണ്ടി വന്നത്. ഈ കുഞ്ഞിന് ഈ രോഗം പിടിപെട്ടിട്ടുണ്ടാവാം എന്ന പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ആശുപത്രി അധികാരികൾ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് ഇപ്പോൾ HIV-ക്കുള്ള മരുന്ന് നൽകി തുടങ്ങി. ഏകദേശം 2-3 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണിത്. വളരെയധികം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ഏറ്റവും പുതിയതായിട്ട് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ സംഭവം അതീവ രഹസ്യമായിട്ട് അധികാരികളും മറ്റും വെച്ചിരിക്കുകയായിരുന്നു. ആശുപത്രി സൂപ്രണ്ട് പോലും ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ സ്ത്രീയുടേതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടേതോ ഒന്നും പേരുകൾ നമുക്ക് ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. കാരണം ഷാജഹാൻ, നമുക്കറിയേണ്ടത് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ ഒരു സംഭവം ഉണ്ടായത് എത്രമാത്രം, അതായത് എയ്ഡ്സ് രോഗി അല്ലെങ്കിൽ HIV പോസിറ്റീവ് ബാധിതയായിട്ടുള്ള രോഗി ഈ നേറ്റൽ, അതായത് പ്രസവ അനന്തരം അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പുള്ള വാർഡിലൊക്കെ ഈ സ്ത്രീയും ഉൾപ്പെടെ കിടത്തിയിരിക്കുകയായിരുന്നോ? ഒരുമിച്ചായിരുന്നോ ഇവരെല്ലാവരും? തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികാരികളുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടി ഇത്തരത്തിൽ അസുഖം, അതായത് HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരെ കോർണർ ചെയ്യാൻ പാടില്ല. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ മാനദണ്ഡങ്ങൾക്ക് എതിരാണ്. അത് ആശുപത്രിയിലെ അധികാരികൾ അവർ അതിന് മറുപടി നൽകേണ്ടി വരും. ശരിയാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷാജഹാനിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ടെലിഫോൺ ലൈനിൽ കിട്ടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ, ഈ ഒരു അവസ്ഥ, അതായത് മുലപ്പാലിലൂടെ HIV അല്ലെങ്കിൽ എയ്ഡ്സ് രോഗത്തിൻ്റെ അടുക്കൽ കുഞ്ഞിലേക്ക് പകരാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്നുള്ള പഠനങ്ങൾ നമ്മോടൊപ്പം നമ്മുടെ പീപ്പിൾ TVയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ രാജീവ് ചേരുന്നു. രാജീവ്, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സുകളിൽ നിന്നോ ലഭിക്കുന്നുണ്ടോ? കുട്ടിയിലേക്ക് ഈ HIV പകരാൻ സാധ്യത ഉണ്ടെന്നാണോ നമുക്ക് അനുമാനിക്കേണ്ടത്? പ്രദീപ്, ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയാണ് ആദ്യം ബന്ധപ്പെട്ടത്. എന്തായാലും അതോടൊപ്പം തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് WHO-യുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 സർക്കാർ ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോഴും മുലപ്പാലിൽ നിന്ന് കുട്ടിക്ക് എയ്ഡ്സ് പകരാം, HIV പകരാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് ചില പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും കുട്ടിക്ക് എയ്ഡ്സ് അല്ലെങ്കിൽ HIV ബാധ പകരാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ നാഷണൽ ഹെൽത്ത് ഏജൻസീസ് ആൻഡ് WHO 2013 പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം, ലോകാരോഗ്യ സംഘടനയുടെ 2013 പ്രകാരമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം HIV അമ്മമാർ ചെയ്യേണ്ടത്, HIV ഇൻഫെക്റ്റഡായ അമ്മമാർ ബ്രസ്റ്റ് ഫീഡിങ്ങുമായി ചെയ്യേണ്ടത്, മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അവോയ്ഡ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നാണ്. റിസ്ക് ഓഫ് HIV ട്രാൻസ്മിഷൻ ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ ദ റിസ്ക് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഫീഡിംഗ്.
അതായത് കുഞ്ഞിന് HIV ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഫീഡ് എന്ന രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മുലപ്പാലിന് പകരം നൽകാവുന്ന വിപണിയിൽ കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ നൽകുക എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അതുമല്ലെങ്കിൽ ഇത്തരത്തിൽ സംശയമുള്ള കുട്ടികൾക്ക് നെവിറാപ്പിൻ എന്നുള്ള NVP എന്നറിയപ്പെടുന്ന മരുന്ന് ദിവസത്തിലൊരിക്കൽ നൽകാൻ ഈ മരുന്നാണ് ഇപ്പോൾ കുഞ്ഞിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ ഈ ആശുപത്രി സൂപ്രണ്ടുമായി നമ്മുടെ പ്രതിനിധി സംസാരിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അറിയിച്ചതും ഈ നെവിറാപ്പിൻ എന്നുള്ള മരുന്ന്. രാജീവ്, നമുക്ക് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ശ്രീ ഡോക്ടർ സന്തോഷ് രാഘവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡോക്ടർ സന്തോഷ് രാഘവൻ, എത്രമാത്രം താങ്കളുടെ അറിവിൽ പെട്ടിട്ടുണ്ട് ഇത്തരം ഒരു വല്ലാത്ത ഒരു അവസ്ഥ? ഈ ഒരു എയ്ഡ്സ് രോഗിയുടെ മുലപ്പാൽ മറ്റൊരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു പ്രസവിക്കാൻ വന്ന സ്ത്രീയുടെ കുഞ്ഞിന് നൽകുന്ന ഒരവസ്ഥ? കുട്ടിയുടെ തന്നെ വല്യമ്മയ്ക്ക് പറ്റിയൊരു അവസ്ഥയാണ്. അവര് തന്നെയാണ് അത് കൊടുത്തത്. കുഞ്ഞിന്റെ വല്യമ്മ കൊടുക്കുന്നു. അതായത് ആ കുട്ടിയുടെ തള്ളയ്ക്ക് മുലപ്പാൽ കുറവാണ്. അപ്പൊ അവര് സ്ഥിരമായിട്ട് അവരുടെ പതിവാണ് ബാക്കി എല്ലാവരുടെയും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുടെ മുലപ്പാൽ കൊടുക്കാനായിട്ട് അവരിങ്ങനെ സമീപിക്കും. അപ്പൊ ഇന്നത്തെ ആ ദിവസം ഇന്നലെയാണ് സംഭവിച്ചത്. ആ സ്ത്രീയുടെ അതായത് കുഞ്ഞിന്റെ അമ്മ കുളിക്കാൻ പോയ സമയത്താണ് അവർക്ക് അബദ്ധം പറ്റിയത്. ഒരൊറ്റ സംശയം ചോദിച്ചോട്ടെ ഡോക്ടർ, അതായത് ഈ രോഗിക്കെങ്കിലും അറിയാമായിരുന്നോ അവർ HIV ഇൻഫെക്റ്റഡ് ആയിരുന്നു എന്ന്? അത് രോഗി തമിഴ് സ്ത്രീയാണ്. അപ്പൊ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവരത് പറയാതിരുന്നത് ആണ് ഡോക്ടർ പറയുന്നത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമല്ലേ ഇത്? ഇതിന്റെ ഗൗരവം താങ്കൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ ഡോക്ടർ? അത് എത്ര നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. അവർ ART സെന്ററിൽ കോൺടാക്ട് ചെയ്തു. പീഡിയാട്രിഷ്യൻ വേണ്ടത്തിനുള്ള അതേ ഇൻഫർമേഷൻ വെച്ച് അതിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ശാസ്തമംഗലം മജീദ് നമ്മുടെ അതിഥിയായിട്ട് ചേരുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാസ്ഥയെ? ഇതിന് രണ്ട് ഭാഗമുണ്ട്. നേരത്തെ അദ്ദേഹം നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ പറഞ്ഞതുപോലെ 2012-2013 രണ്ട് സ്റ്റഡീസ് ഉണ്ട്. 2012-2013 സ്റ്റഡീസിൽ പറയുന്നുണ്ട് HIV ബ്രസ്റ്റ് ഫീഡിൽ കൂടെ പകരാം. പക്ഷെ അതേപോലെ 2013 സ്റ്റഡീസിൽ, ദാറ്റ്സ് ദ മോസ്റ്റ് മോഡേൺ സ്റ്റഡി, അതിനകത്ത് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിനകത്ത് ബ്രസ്റ്റ് മിൽക്കിനകത്ത് TNC എന്ന് പറഞ്ഞൊരു ആക്റ്റീവ് പ്രോട്ടീൻ ഉണ്ട്. ആ ആക്റ്റീവ് പ്രോട്ടീൻ ഈ HIV ബാധിതമായ വൈറസിനെ ആക്റ്റീവായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിന് 2% ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഐ എം നോട്ട് എ ഡോക്ടർ, ഐ എം നോട്ട് എ എക്സ്പെർട്ട് ഓൺ ദിസ്. പക്ഷേ സ്റ്റഡീസ് വെച്ചിട്ട് ഇത് ശരിയാണെങ്കിൽ, ഇതിപ്പോൾ ഡോക്ടർ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സ്റ്റഡീസ് ഉണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഇങ്ങനൊരു സ്റ്റഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്മ റിട്രോവൈറൽ ഡ്രഗ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത അമ്മ, HIV പേഷ്യൻ്റ് ആയിട്ടുള്ള അമ്മ റിട്രോവൈറൽ ഡ്രഗ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൺലി 2%. 90% പോസിറ്റീവാണ്. 2% മാത്രമേ ഉള്ളൂ. അത് ഡോക്ടേഴ്സ് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ സ്റ്റഡി പറയുന്നു, ഈ ഇത്തരം പ്രതിരോധ ഇഞ്ചക്ഷനുകളൊക്കെ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതിരോധ മരുന്നുകൾക്ക് റിട്രോവൈറൽ ട്രീറ്റ്മെന്റിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ there is only 2% ചാൻസ്. പിന്നെ ഈ പ്രസവ വാർഡുകളിൽ ഈ അമ്മമാർക്ക് മുലപ്പാലില്ലാത്ത കുഞ്ഞിനെ മറ്റു അമ്മമാരുടെ മുലപ്പാൽ കൊടുക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ടോ നിങ്ങൾക്ക് ഗവൺമെന്റ് ആശുപത്രികളിൽ? ബ്രസ്റ്റ് മിൽക്ക് ഫോർമുല ഓൾറെഡി കുറിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അത് ഈ വല്യമ്മ തന്നെ ചെയ്തതാണ്. നമ്മളുടെ അറിവല്ല, അതുകൊണ്ട് സമൂഹത്തിലല്ല. ഈ പറഞ്ഞ സ്റ്റഡി കറക്റ്റ് ആണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കും. ഈ TNC പ്രോട്ടീൻ്റെ കാര്യം, ഈ TNC പ്രോട്ടീൻ്റെ കാര്യത്തിലുള്ള പഠനം ശരിയാണോ? 2% സാധ്യതയുള്ളോ കുട്ടിക്ക് രോഗം പകരാനുള്ള സാധ്യതകളുണ്ടോ? ഞാൻ മെഡിസിൻ പ്രൊഫസറായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വളരെ വളരെ കുറച്ച് ചാൻസേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു പോസിബിലിറ്റി പോലും അവോയ്ഡ് ചെയ്യാനാണ് നെവിറാപ്പിൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എന്താണ് വേണ്ടത്? എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക? അതിപ്പം ഇവര് വല്യമ്മ തന്നെ ചെയ്തതല്ലേ, നമ്മുടെ അറിവോട് സമൂഹത്തോടും കൂടാതെ ചെയ്തതല്ലേ. ഇപ്പം HIV പോസിറ്റീവ് ആണെങ്കിൽ അവരെ മാറ്റി കിടത്താൻ WHO ഗൈഡ് ലൈൻസ് സമ്മതിക്കുന്നില്ല. അവരെ വാർഡിൽ തന്നെ കിടത്തണമെന്നാണ് ഞാൻ അന്വേഷിച്ചത്. MCH ഓഫീസർ പറഞ്ഞത്. വേറെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് തീർച്ചയായും. നമ്മുടെ ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. താങ്കൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഡോക്ടർ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്? പ്രത്യേകിച്ചും ഈ കൊച്ചു കുഞ്ഞുങ്ങളാണ്, നമ്മുടെ കുട്ടികളാകുമ്പോഴായിരിക്കും നമുക്കിതിൻ്റെ ഗൗരവം കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കുക. ഇപ്പോൾ ഹലോ, സൗണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഡോക്ടർ ജയപ്രകാശ് നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡോക്ടർ ജയപ്രകാശ്, ഇപ്പോൾ ഉണ്ടായ സംഭവം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, എന്താ സംഭവം എന്നുള്ളത് അറിഞ്ഞൂടാ. അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു കുഞ്ഞിനെ മറ്റൊരു അമ്മയുടെ മുലപ്പാൽ നൽകി, പിന്നീടാണ് അറിയുന്നത് ആ അമ്മ HIV ബാധിതയാണെന്ന്. ആര് നൽകി? അതാണിപ്പോൾ ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്നാണ്. കുഞ്ഞിന്റെ വല്യമ്മ തന്നെ കൊണ്ട് കൊടുത്തതാണെന്ന് പറയുന്നു. മറ്റേ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ വെച്ച്
അതില് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് എന്ത് പറ്റി? പാലില്ലാത്തതാണ് കാരണമെന്ന് പറയുന്നു. അപ്പൊ ഇതില് നമ്മൾ കാണേണ്ട 1-2 കാര്യങ്ങള്. ഒന്ന്, സാധാരണഗതിയില് ഈ ഡോക്ടർമാര് സാധാരണഗതിയില് ഒരു അമ്മയ്ക്ക് പാലില്ലെങ്കിൽ ആ അമ്മ മറ്റൊരു അമ്മയുടെ പാല് കൊടുക്കാൻ നിർദ്ദേശിക്കാറില്ല സാധാരണഗതിയില്. ഇതിലങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സാധാരണഗതിയിൽ ഞാൻ പീഡിയാട്രിഷ്യൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ സാധാരണ പാലില്ലാത്ത അമ്മയ്ക്ക് ഈ ബ്രസ്റ്റ് മിൽക്കിന് പകരമുള്ള പൊടി കഴുകി കൊടുക്കുന്നതാണ് സാധാരണ രീതി പാലില്ലാത്തവർക്ക്, മിൽക്ക് ഫോർമുല. അപ്പോൾ അതിന് പകരം ഏതെങ്കിലും സമീപത്ത് പ്രസവിച്ച അമ്മയ്ക്ക് ചിലപ്പോൾ അധികം പാലുണ്ടെങ്കിൽ ആ പാല് കൊടുക്കുമെന്ന് സാധാരണഗതിയിൽ പീഡിയാട്രിഷ്യൻസോ ഗൈനക്കോളജിസ്റ്റോ നിർദ്ദേശിക്കാറില്ല. ഇതിലങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഒരുപക്ഷെ ഈ ബന്ധുക്കൾ തങ്ങളിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഒരുപക്ഷെ ഒരു അമ്മയ്ക്ക് പാലില്ലാതിരിക്കുകയും മറ്റേ അമ്മയ്ക്ക് പാല് കൂടുതലുണ്ടായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ തങ്ങളിൽ സൗഹൃദത്തിന്റെ പേരിൽ കൊടുത്തതായിരിക്കുമോ എന്നുള്ള കാര്യം പരിശോധിച്ച് നോക്കണം. ഈ രണ്ടാമത്തെ കാര്യം, ഈ അമ്മയ്ക്ക് HIV ബാധിതയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാമായിരുന്നില്ലായിരിക്കും. പക്ഷേ എത്ര തവണ പാല് കുടിച്ചു, ഇനി അതല്ല ഈ HIV ബാധിതയായിട്ടുള്ള അമ്മ HIV ബാധിതയാണെന്ന് പ്രൂവ്ഡ് ആണോ? ഇനി രണ്ടാമത്തെ കാര്യം, അതിൽ ഈ HIV ഉള്ള അമ്മയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കവേ ആണോ അമ്മ ഇപ്പം പ്രസവിച്ചിട്ടുള്ളത്? കാരണം HIV ബാധിതരായ അമ്മമാരുടെ പാല് കുടിക്കുന്നത് വഴി കുട്ടിയിൽ HIV പകരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 3-ാം ലോക രാജ്യങ്ങളിലും ഡെവലപ്പിംഗ് കൺട്രീസിലും WHO HIV ബാധിതരായ അമ്മമാര് പാല് കൊടുക്കണോ വേണ്ടേ, ബ്രസ്റ്റ് ഫീഡിങ് നടത്തണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായും അഡ്വക്കേറ്റ് സന്തോഷ് ആഗവൻ ഇപ്പോൾ താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായതിനു ശേഷമുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ്? അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതൊരു കുഞ്ഞിന്റെ വല്യമ്മ ചെയ്ത ഒരു അവർക്ക് പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ? എന്തായിരിക്കും നടപടി? തുടർ നടപടികൾ ഉണ്ടാകുമോ? ഡോക്ടർ സന്തോഷ് അസിസ്റ്റന്റ് RMO ഡോക്ടർ അനസൂയ രാജീവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതോടെ അന്വേഷിക്കാനായിട്ട്. അല്ല, ഇത്തരമൊരു സംഭവം ഇത് ഒരു അന്വേഷണത്തിനപ്പുറത്ത് ഇത് ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വാർത്തയായി വരുന്നു പലപ്പോഴും. അത് ആവർത്തിക്കാതിരിക്കാനുള്ള സംഭവങ്ങൾ. കാരണം ഇതിപ്പോ നമ്മളിപ്പോ പറയുന്നത് കേട്ടു, ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത ഒരാളെ ലേഡീസിന്റെ ഫീഡ് ചെയ്യാൻ അതൊക്കെ അവർ തന്നെ ചെയ്യുന്നതാണ്. ആ ബ്രസ്റ്റ് മിൽക്ക് ഫോർമുല ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്ത പീഡിയാട്രിഷ്യൻ ഫോർ ദാറ്റ് ലേഡി. അതിപ്പോ ഒരു വല്യമ്മ ഇങ്ങനെ കാണിച്ചതാണ്, അതവിടെ സ്ഥിരം സംഭവമൊന്നും അല്ല. ആദ്യമായിട്ട് ഡോക്ടർ അതായത് HIV ബാധിതയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മയാണ് അപ്പുറത്തുള്ളത്, ആ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ വല്യമ്മയ്ക്ക് പറ്റിയൊരു അബദ്ധമല്ലേ, അതുകൊണ്ടാണ് അത് ഫീഡ് ചെയ്യുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എല്ലാരും കൂടെ തടഞ്ഞു. അത് ഒറ്റ പ്രാവശ്യമേ ഫീഡ് ചെയ്തുള്ളൂ. ഒരു തവണ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളെന്നാണ് എന്നോട് ARMO പറഞ്ഞത്. അല്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതൊരു ശരിയായ സമീപനം. ഒഴിഞ്ഞു പോകുന്നില്ല. കുട്ടിക്ക് വേണ്ട എല്ലാം ചെയ്തു. ഉടൻ തന്നെ പീഡിയാട്രിഷ്യനെ കാണിച്ചു, ARP സെന്ററിൽ പോയി, അത് ട്രിവാൻഡ്രത്തെ സെന്ററിൽ കോൺടാക്ട് ചെയ്തു, മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ കൈക്കുഞ്ഞിന്റെ സ്ഥിതി എന്താണ്? ആ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള റിപ്പോർട്ട്? കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, അങ്ങനെയാണ് പീഡിയാട്രിഷ്യൻസ് റിപ്പോർട്ട് ചെയ്തത്. എല്ലാം നമുക്ക് മറക്കാം. പക്ഷേ ഇത്തരം ഒരു സംഭവത്തിൽ, ഒരു ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ, ഹൈപ്പോത്തറ്റിക്കൽ ആണെങ്കിൽ പോലും ഇതിന്റെ നിന്ന് ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ഒരു വല്യമ്മ കൊടുത്തു എന്ന് പറയുന്നതിൽ അപ്പുറത്ത് ആ കുഞ്ഞിനെ, ഒരു കുഞ്ഞല്ലേ? അത് ചോദ്യം മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, ഈ രോഗം ബാധിച്ചിരുന്നെങ്കിൽ ആരതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അല്ല, അതിന് കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. കാരണം പിന്നെ ഓൾറെഡി ഫീഡ് ചെയ്ത മാത്രം വിദഗ്ധാഭിപ്രായം ബാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഡോക്ടർ ജയപ്രകാശ്, താങ്കൾ പറയുന്നത് ഇത് ഫീഡിങ്ങിലൂടെ തന്നെ എയ്ഡ്സ് രോഗം പകരാൻ സാധ്യതയുണ്ട്, HIV പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ. പക്ഷേ അതേസമയം പ്രതിരോധ മരുന്നുകൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ മുലപ്പാൽ നൽകിയ സ്ത്രീക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിയന്ത്രിക്കാമെന്നാണ്. എന്താണ് അതിന്റെ താങ്കൾ ഒരു പീഡിയാട്രിഷ്യൻ എന്നുള്ള രീതിയിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇല്ല, ബ്രസ്റ്റ് മിൽക്കിലൂടെ പകരുമെന്ന് എന്റെ ഇൻഫെക്ടിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. മാത്രമല്ല, ഇപ്പൊ ഒരു തവണയാണോ ഫീഡ് ചെയ്തതെന്നുള്ളത് ആണെന്നുണ്ടെങ്കിൽ സാധ്യത വളരെ പകരാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ലോകാരോഗ്യ സംഘടന ഇത്തരം ഈ ബ്രസ്റ്റ് ഫീഡിങ് HIV മദേഴ്സിനെ കുറിച്ചിട്ടുള്ള ഗൈഡ് ലൈനിൽ പറയുന്നത് സാധാരണഗതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് അവരുടെ സ്വന്തം കുട്ടിക്ക് HIV പോസിറ്റീവായ അമ്മയുടെ കുട്ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മിൽക്ക് പ്രോഡക്ട്സ് നൽകുക എന്നുള്ളതാണ്, ഫോർമുല കൊടുക്കുക എന്നുള്ളതാണ്.
പക്ഷേ ദാരിദ്ര്യം പോലെയുള്ള ഒരുപാട് വലിയ വിഷയങ്ങളുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ ദാരിദ്ര്യം മൂലം പോവർട്ടി മൂലം മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് HIV മദർ ഫീഡ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് ഉള്ളത്. ഇവിടെ ഇപ്പൊ ഈ കേസിൽ ഒരു തവണ മാത്രം ഫീഡ് ചെയ്തിട്ടുള്ള ഒരു അമ്മ, ആ അമ്മ HIV പോസിറ്റീവ് മദർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ അമ്മ കൃത്യമായി ചികിത്സ എടുത്തുകൊണ്ടിരിക്കവെയാണ് പ്രസവിച്ചിട്ടുള്ളതെങ്കിൽ ആ ഇൻഫെക്ടിവിറ്റി റേറ്റ് വളരെ കുറവായിരിക്കും. ഡോക്ടർ സന്തോഷ്, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ അമ്മ പ്രസവിച്ച കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ഈ അമ്മ തന്നെയാണോ? ഇപ്പൊ മുലപ്പാൽ നൽകിയ അമ്മയ്ക്കും അല്ലല്ല, അത് ബ്രസ്റ്റ് മിൽക്ക് ഫോർമുലയിലാണ്. ആണല്ലേ? അതെ, ബ്രസ്റ്റ് മിൽക്ക് ഫോർമുലയാണ്. ഇതിപ്പോ ആ വല്യമ്മയ്ക്ക് പറ്റിയൊരു അബദ്ധം മാത്രമാണ്, അല്ല ആരും ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്തതൊന്നുമല്ല. തീർച്ചയായും അത് ഫോഴ്സ്ഫുൾ ആവാതിരിക്കട്ടെ, ആവില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും കാണുന്നതും. കാരണം അത്ര മോശക്കാരൊന്നും അല്ലല്ലോ സർക്കാർ ഡോക്ടർമാർ. ഒരു കുഞ്ഞിൻ്റെ ജീവന് വില കൽപ്പിക്കുന്നത് തന്നെയാണ്, ഞങ്ങളും അത് തന്നെ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ ഒരു അനാസ്ഥയ്ക്ക് ആരും ഉത്തരം പറയും? പ്രത്യേകിച്ച് നമുക്കറിയാം WHO നോംസ് പ്രകാരമാണ് നിങ്ങൾ ഇത്തരത്തിലൊരു ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. HIV പോസിറ്റീവ് രോഗികളെ മറ്റു രോഗികൾക്കിടയിൽ കിടത്തി ചികിത്സിക്കുക. ഇത് സമൂഹത്തിൽ വല്ലാത്ത ഭീതി പരത്തുന്ന ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല, അത് എന്താന്ന് വെച്ചാല് പിന്നെ ARMയോട് ഞാൻ വിശദമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഓക്കെ. ഡോക്ടർ അഡ്വക്കേറ്റ് ദീപക് ചേരുന്നു. ദീപക്, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്? താങ്കൾ സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകനാണ്. ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ അടുത്ത ചർച്ചയിൽ നമ്മൾ മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത ഈ വാർത്തയെ താങ്കൾ എങ്ങനെ കാണുന്നു? മിസ്റ്റർ പ്രദീപ്, ഇത് വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ ഈ വാർത്ത കാണുന്നത്. നമ്മളുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾ മുഴുവൻ വളരെ സൗമ്യമായി 2% ചാൻസാണുള്ളത്, 1% ചാൻസാണുള്ളത്, ചാൻസ് ഉണ്ടോ, ഈ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രദീപ് സൂചിപ്പിച്ചതുപോലെ എത്ര ഗുരുതരമായ ഒരു പിശകാണ് സംഭവിച്ചിട്ടുള്ളത്. എയ്ഡ്സ് ബാധിച്ച ഒരു സ്ത്രീയെ മാറ്റിക്കിടത്തേണ്ട കാര്യമില്ല. പക്ഷേ അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള ആ എയ്ഡ്സ് മറ്റേ ആളുകളിലേക്ക് പകരാതിരിക്കാനുള്ള വ്യക്തമായ നിയന്ത്രണം അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ടേ? ഒരു അപകടം, ഒരു ജീവൻ തന്നെ അപകടമാവുന്ന മാരകമായ അസുഖം ബാധിച്ചൊരു സ്ത്രീയെ ആളുകളുടെ ഇടയിൽ കിടത്തി ഒരു ശ്രദ്ധയുമില്ലാതെ വലിയമ്മ എന്തോ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു വലിയമ്മ എല്ലാ കുട്ടികൾക്കും വിഷം കൊടുത്താലും ഈ ഡോക്ടർമാർ ഇങ്ങനെ തന്നെ പറയുമോ? ആർക്കും ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ലേ? എത്ര ഗുരുതരം 1% അതിന് ചാൻസ് എങ്കിൽ കൂടി ഒരു കാരണവുമില്ലാത്ത, ഒരു വിശദീകരണവുമില്ലാത്ത വിഷയത്തിൽ വളരെ ചെറുതായി കാണുകയാണ്. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഈ ജനിച്ചു വീണ കുട്ടിക്ക് ആർട്ടിക്കിൾ 21 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്കറിയില്ല. അവർ കൃത്യമായി പറയുന്നു, ആ എയ്ഡ്സ് ബാധിച്ച സ്ത്രീയുടെ കുട്ടിക്ക് മുല കൊടുക്കുന്നില്ല, പുറത്തുള്ള കുട്ടിക്ക് കൊടുക്കുന്നു. എത്ര ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്? ഞങ്ങൾ അന്വേഷിക്കാം, ഞങ്ങൾ കാണാം. ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരുടെയും മറ്റാളുടെയും ശബ്ദത്തിൽ നിന്നും മറ്റും ഇത് വളരെ ഏറ്റവും ചുരുങ്ങി ഒന്നുമില്ലാത്തൊരു പ്രശ്നം. ഒരു ചെറിയ കുട്ടി ഇനി എന്തെങ്കിലും പറ്റി മരിച്ചാൽ മരിച്ചു പോകട്ടെ, 1% ചാൻസ് ഉണ്ട്. 1% ചാൻസ് ഉണ്ടെങ്കിൽ എന്താ മരണം സംഭവിച്ചൂടെ? പക്ഷേ ഇതിലെ വിഷയം ഗുരുതരമായ പിശക് സംഭവിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് ലഘൂകരിച്ച് കാണുന്ന വിഷയമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിർബന്ധമായി തന്നെ ഒരു കുട്ടിയുടെ ജീവനെ ബാധിക്കുന്ന ഒരു ശ്രമം നടന്നിരിക്കുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് ഉണ്ടാവണം. ഒരു കാരണവശാലും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം. ഇതിലേക്ക് ഒന്നും പോവാതെ റിപ്പോർട്ടിൽ 1%, 0.5% ഉണ്ടാകുമോ, ദരിദ്രന്മാർക്ക് എയ്ഡ്സ് ഉണ്ടായിക്കോട്ടെ, പണമുള്ള ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ CPM നേതാവ് ശ്രീ ജി സുധാകരൻ നമ്മളോടൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശ്രീ ജി സുധാകരൻ, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ഈ വിഷയം? അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച ഒരു സ്ത്രീ മുലപ്പാലില്ലാത്തതിന്റെ പേരിൽ ആ കുഞ്ഞിനെ മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ നൽകുന്നു. ആ സ്ത്രീക്ക് എയ്ഡ്സ് HIV പോസിറ്റീവ് ആയ ഒരു സ്ത്രീയുടെ മുലപ്പാലാണ് നൽകിയിരിക്കുന്നത്. വലിയ അനാസ്ഥയാണ് നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ടത് ഞാൻ നിയമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ശ്രദ്ധയിൽപ്പെട്ടു. ഇതേപ്പറ്റി അധികാരികൾ അടിയന്തരമായ അന്വേഷണം നടത്തി അതില് ജാഗ്രത കുറവ് കാണിച്ചിട്ടുള്ളവരിൽ നടപടി വേണമെന്നാണ് ഇപ്പോൾ എനിക്ക് പ്രാഥമികമായി ആവശ്യപ്പെടാനുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രവർത്തനത്തിൽ തീരെ ജാഗ്രത ഇല്ല എന്നുള്ള ആക്ഷേപം ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആക്ഷേപത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ആരോപണം. HIV പോസിറ്റീവ് ഉള്ള സ്ത്രീയുടെ മുല കുടിക്കാനിടയായ സാഹചര്യവും ഡോക്ടർമാർ കണ്ടെത്താതിരുന്നതും അടിയന്തരമായി അന്വേഷിച്ച് നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
വളരെയധികം നന്ദി ശ്രീ ജി സുധാകരൻ. ഒപ്പം ഈ സംഭവം നടന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ CPIM നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ ജി സുധാകരൻ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള ജാഗ്രതയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ള പരാതി CPIM വളരെ കാലമായി ഉന്നയിക്കുന്നതാണെന്ന് പറയുന്നു. ഡോക്ടർ സന്തോഷ് രാഘവൻ താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യം ചോദിച്ചതിന് എനിക്ക് കൃത്യമായി മറുപടി ലഭിക്കാത്തത് കൊണ്ടാണ്, ഈ എയ്ഡ്സ് ബാധിതയായ സ്ത്രീ, HIV ബാധിതയായ സ്ത്രീ, അവർക്കറിയാമോ അവർ രോഗിയാണ് എന്നുള്ളത്? ഡോക്ടർ സന്തോഷ്, അദ്ദേഹം ഈ ഒരു സാങ്കേതിക പ്രശ്നം, അത് പക്ഷേ രോഗി തമിഴ്നാട്ടുകാരി ആയിക്കോട്ടെ മലയാളി ആയിക്കോട്ടെ, ഇപ്പോൾ അവർ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, അവർ തമിഴാണ്, ഈ വല്യമ്മയ്ക്ക് തമിഴ് അറിയില്ല, അങ്ങനെ ലാഘവത്തോടു കൂടി നമുക്കിതിനെ എഴുതി തള്ളാൻ പറ്റുമോ? അല്ല, ഒരിക്കലും അല്ല. അത് അവർ HIV പോസിറ്റീവ് ആണെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൊണ്ട് അവർ ആ വല്യമ്മയോട് പറയണമായിരുന്നു അവരുടെ കണ്ടീഷൻ ഇതാണെന്ന്. വളരെ ട്രാജിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. ആ അഡ്വക്കേറ്റ് നമ്മുടെ ദീപപ്രകാശ് പറഞ്ഞതുപോലെ ഇറ്റ്സ് എ വെരി ട്രാജിക് ഇൻസിഡൻറ്റ്. ഞാൻ അതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി പറഞ്ഞതേ ഉള്ളൂ, അല്ല 2% 1% എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുരുതരാവസ്ഥ കുറച്ച് കാണുകയല്ല. പക്ഷേ ഇതിനകത്ത് പ്രൈമാഫസി ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞതുപോലെയുള്ള സത്യമാണ് കാര്യമെങ്കിൽ ഡോക്ടർമാരുടെ മിസ്റ്റേക്ക് അല്ല. ആ കുട്ടിയുടെ അമ്മ ബാത്റൂമിൽ പോയ സമയത്ത് വല്യമ്മ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് അപ്പുറത്ത് പേഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ മുല കൊടുത്തുന്നത് ഡോക്ടർ മെഡിക്കൽ സൂപ്രണ്ട് അറ്റൻഷനിൽ വന്നപ്പോൾ ഉടൻ തന്നെ അവർ ഇൻ്റർഫിയർ ചെയ്തു. അപ്പം തന്നെ കുട്ടിയെ പിടിച്ചു വാങ്ങിച്ചു. പക്ഷേ ഈ അമ്മയ്ക്ക് റെട്രോവൈറൽ ഡ്രഗ്സ് കുറച്ച് കാലമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ഈ മുല കൊടുത്ത അമ്മയ്ക്ക്. മാത്രമല്ല ഈ കുട്ടിക്ക് ഓൾറെഡി NBP സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഡിക്കലി ദർ ഈസ് ഓൺലി വെരി ലിറ്റിൽ ചാൻസ്. ഞാൻ സ്റ്റഡിയുടെ ബേസിൽ പറഞ്ഞ. പിന്നെ ഈ WHO ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നുണ്ട് TNC എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ HIV പോസിറ്റീവായിട്ടുള്ള സ്ത്രീയുടെ ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ TNC പ്രോട്ടീൻ ഉണ്ട്. TNC പ്രോട്ടീൻ തന്നെ ഈ വൈറസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇതൊക്കെ ഗവൺമെൻറ് സ്റ്റഡീസാണ്. അപ്പോൾ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, ദൈവം തമ്പുരാൻ രക്ഷിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത്. ഈ വാർത്ത, ഈ റിപ്പോർട്ട്, നമ്മളൊരു സെൻസേഷണൽ സാധനം, ഇത് സംഗതി വളരെ സിമ്പിളായ സംഭവം അല്ല ഞാൻ പറഞ്ഞത്. സംഭവം സീരിയസ് മാറ്റർ. അത് മാത്രമല്ല, ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ ഈ കുഞ്ഞിനുള്ള പ്രതിരോധ ചികിത്സ വരെ ആരംഭിച്ചിരിക്കുന്നു. അതാണ് WHO ഗൈഡ് ലൈൻസ് പറയുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് NBP സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഈ WHO ഗൈഡ് ലൈൻസ് പ്രകാരം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മെഡിക്കൽ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് സബ്ജക്ട് കറക്ഷൻ ഇറ്റ് ഈസ് കറക്റ്റ്, നോ ഡൗട്ട്. WHO ഗൈഡ് ലൈൻസ് പറയുന്നതാണ്. ദാറ്റ് ഇസ്. പക്ഷേ ഈ പറഞ്ഞതിനെക്കാട്ടി വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് നമ്മുടെ നേരത്തെയുള്ള ആരോഗ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ സ്റ്റഡി കാര്യം മനസ്സിലായിട്ടില്ല, അദ്ദേഹം ഇപ്പോൾ ജസ്റ്റ് വാർത്ത കിട്ടിയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള ഈ അനാസ്ഥകൾ അങ്ങനെ മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു പറഞ്ഞു. പ്രോബബ്ലി അദ്ദേഹം ലോക്കൽ MLA ആണ്, ഈ ലോക്കൽ ഇഷ്യൂസിൽ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ വെയിറ്റ്, ഇല്ലയെന്ന് പറയാൻ പാടില്ല. മാത്രമല്ല ആരോഗ്യമന്ത്രി ഇരുന്ന ആളാണ്, അദ്ദേഹം ജനങ്ങളോട് ബന്ധമുള്ള ആളാണ്, ആലപ്പുഴക്കാരനാണ്. അപ്പം അങ്ങനെ എന്താ വൈ ഡിഡ് യു സേ ദാറ്റ്? അങ്ങനെ എന്തെങ്കിലും ഒരു ജാഗ്രത കുറവോ എങ്കിൽ നെഗ്ലിജൻസോ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ദിസ് ഹാസ് ടു ബി ലുക്ഡ് ഇൻ ടു ബൈ ദ സൂപ്രണ്ടന്റ്. അത് സിമ്പിളായിട്ട് കളയണമെന്നല്ല പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഈ വിഷയം നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ആരോഗ്യമന്ത്രി ശ്രീ VS ശിവകുമാറിനെ നിരന്തരം ടെലിഫോണിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വിശദീകരണം ലഭിക്കാൻ കിട്ടിയില്ല.